നമസ്കാരം. കാനഡയെയും മെക്സിക്കോയെയും ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ച അധിക തീരുവ നടപ്പിലാക്കുന്നത് നീട്ടിവെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു അയൽ രാജ്യങ്ങൾക്കുമെതിരെ താരിഫ് നടപ്പിലാക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ഓഹരി വിപണിയിൽ വലിയ ഇടിവിന് ഇടയാക്കിയിരുന്നു. അമേരിക്കൻ നയത്തിന് സമാന രീതിയിലുള്ള മറുപടിയുമായി കാനഡയും മെക്സിക്കോയും രംഗത്തെത്തിയതും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി. ട്രംപിന്റെ 25% വരെയുള്ള തീരുവ നയം ചൊവ്വാഴ്ച പ്രാബല്യത്തിൽ വന്നതിനെ തുടർന്ന് ഓഹരി വിപണിയെ വലിയ തോതിൽ ബാധിക്കുകയായിരുന്നു. ഈ സാഹചര്യം അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കുമെന്നും പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയതോടെ നിലവിൽ വന്ന് 2 ദിവസത്തിനുള്ളിൽ തന്നെ തീരുവ പ്രഖ്യാപനം നടപ്പാക്കുന്നത് ട്രംപ് നീട്ടിവെക്കുകയായിരുന്നു. വിപണിയിലെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടാണ് തീരുമാനം മരവിപ്പിച്ചതെന്ന് സമ്മതിക്കാൻ ട്രംപ് തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ ഏപ്രിൽ 2-ന് കൂടുതൽ താരിഫുകൾ നിലവിൽ വരുമെന്നും ട്രംപ് വ്യാഴാഴ്ച പറഞ്ഞു. അവ പരസ്പര സ്വഭാവമുള്ളവ ആയിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്ത ആഴ്ച പ്രാബല്യത്തിൽ വരാനിരിക്കുന്ന സ്റ്റീൽ, അലുമിനിയം ഇറക്കുമതിക്കുള്ള വിശാലമായ താരിഫുകൾ പരിഷ്കരിക്കില്ലെന്നും US പ്രസിഡന്റ് പറഞ്ഞു. അമേരിക്കയ്ക്ക് നികുതി ചുമത്തുന്ന രാജ്യങ്ങൾക്ക് തങ്ങളും സമാനമായ രീതിയിൽ നികുതി ചുമത്തുമെന്ന് ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ട്രംപിന്റെ തീരുമാനത്തിന് തൊട്ടു പിന്നാലെ തങ്ങളുടെ തീരുമാനവും നടപ്പിലാക്കുന്നത് നീട്ടിവെച്ചതായി കാനഡ അറിയിച്ചു. തന്റെ രാജ്യം ഏപ്രിൽ 2 വരെ $125 ബില്യൺ US ഉൽപ്പന്നങ്ങൾക്ക് സെക്കൻഡ് വേവ് താരിഫ് ഏർപ്പെടുത്തില്ല. അതേസമയം എല്ലാ താരിഫുകളും നീക്കം ചെയ്യുന്നതിനായി തങ്ങൾ തുടർന്നും പ്രവർത്തിക്കും. കനേഡിയൻ ധനമന്ത്രി ഡൊമിനിക് ലെബ്ലോങ്ക് എക്സിൽ കുറിച്ചു. അധികാരത്തിലെത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ട്രംപ് ആദ്യം തീരുവ ഏർപ്പെടുത്തിയത്. അനധികൃത കുടിയേറ്റം, ലഹരിക്കെതിരായ നടപടികൾ എന്നിവയിൽ ഇരു രാജ്യങ്ങളും വിട്ടുവീഴ്ച നടത്തിയെന്നും US-ന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. ചൈനയ്ക്കും 10% അധിക താരിഫ് പ്രഖ്യാപിച്ചു. എന്നാൽ മെക്സിക്കോയും കാനഡയും നികുതി ഒഴിവാക്കണമെന്ന് US-നോട് അഭ്യർത്ഥിച്ചു. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോമും ട്രംപുമായി നേരിട്ട് സംസാരിക്കുകയും അതിർത്തി സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളും പുതിയ പദ്ധതികൾ തയ്യാറാക്കുമെന്ന് ട്രംപിന് ഉറപ്പു നൽകുകയും ചെയ്തു. ഇതോടെ തീരുവ 30 ദിവസത്തേക്ക് താൽക്കാലികമായി മരവിപ്പിച്ചു. എന്നാൽ തീരുമാനത്തിൽ മാറ്റമില്ലെന്നും ഇരു രാജ്യങ്ങളും തീരുവ നൽകണമെന്നും ചൊവ്വാഴ്ച നടന്ന പത്രസമ്മേളനത്തിൽ ട്രംപ് അറിയിക്കുകയായിരുന്നു. അയൽ രാജ്യങ്ങളായ കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% താരിഫാണ് ഏർപ്പെടുത്തിയത്. ഇതിനു പുറമെ ചൈനയിൽ നിന്നുള്ള സാധനങ്ങൾക്ക് 10% അധിക താരിഫും ഫെബ്രുവരി 1 ട്രംപ് പ്രഖ്യാപിച്ചു. അതിർത്തി സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന് കാനഡയും മെക്സിക്കോയും പുതിയ പദ്ധതികൾ തയ്യാറാക്കിയെന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ താരിഫ് തീരുമാനം 30 ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു.